കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 4 യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. ബിയോണ്ട് ഫിയർ, അതാണ് ഈ ലെസന്റെ ഹെഡിങ്. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, ബിയോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനപ്പുറം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പേടിച്ച് മാറി നിൽക്കരുത് ഒരു കാര്യം ചെയ്യാനായിട്ട്. അതാണ് ഈ ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ കാണുന്ന ഈ ചിത്രത്തിൽ റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയമാണ്. ഒരു മരം വീണ് കിടക്കുന്നുണ്ട് റോഡിന് കുറുകെ. അത് ഒരു ചെറിയ കുട്ടിയാണ് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നത്. മറ്റു കുറെ പേര് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യമാണിത്. അതായത് ഒരു യഥാർത്ഥ നായകൻ, ഹീറോ എന്ന് പറഞ്ഞ നായകൻ, തന്റെ ശക്തി കൊണ്ടല്ല, അതായത് ഫിസിക്കൽ സ്ട്രെങ്ത്, ഫിസിക്കൽ ശക്തി, ശാരീരികമായ ശക്തി കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ, അതായത് ഇൻസ്പയർ ചെയ്യുക, പിന്നെ നയിക്കുക, ലീഡ്. അപ്പൊ ഈ രണ്ട് കഴിവുള്ള ഒരു ആളെയാണ്, ഒരു വ്യക്തിയാണ് യഥാർത്ഥ നായകൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ. ഒരു ചെറിയ നായകന്റെ കഥ നമുക്ക് വായിച്ച് രസിക്കാം. ഈ കഥയുടെ ഹെഡിങ് എന്താ നോക്കാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്, അതായത് ചെറിയ കൈകൾ ഭയങ്കര ധൈര്യം. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം. ഓക്കെ, നമുക്ക് മുന്നോട്ട് മെല്ലെ വായിക്കാം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് were playing in the backyard of their house. അപ്പൊ ദിൽനയുടെ അനിയൻ, ചെറിയ ബ്രദർ, ഓക്കെ, ഐസക്, ഇവർ രണ്ടുപേരും വീടിന്റെ പിൻഭാഗത്തുള്ള ചെറിയ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിൽന ലുക്ക്ഡ് അപ്പ് at the sky and said, അങ്ങനെ ദിൽന ആകാശത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഐസക്, we should go inside. I think it's going to rain. അപ്പം ദിൽന അനിയനായ ഐസക്കിനോട് പറയാണ്, മഴ പെയ്യാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നു, നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം. യെസ്, ലെറ്റ്സ് ഗോ. ഐസക് നോഡഡ് ആൻഡ് ലിറ്റിൽ വറീഡ്. ഓക്കെ, നമുക്ക് പോകാം. അതെ, നമുക്ക് പോകാം. പക്ഷെ ഐസക്കിന് പോകാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടോടു കൂടെയാണ് ഓക്കെ പറഞ്ഞത്. ബോത്ത് ഓഫ് ദം ക്വിക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് ഓടി. ദേ വെന്റ് സ്ട്രെയിറ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. അവർ നേരെ ഓടിച്ചെന്നത് എങ്ങോട്ടാണ്? അടുക്കളയിലോട്ടാണ് ഓടിച്ചെന്നത്. അവിടെ ചെന്നപ്പോ എന്താ കണ്ടത്? അവര് അടുക്കളയിലെ മേശപ്പുറത്ത് ഒരു പ്ലേറ്റില് കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. കുക്കീസ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്, അതുപോലെ, അതായത് ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ചെറിയൊരു തരം പലഹാരം. ഓക്കെ, ഈ ചിത്രം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ വായിച്ചതുപോലെ രണ്ടുപേരും അടുക്കളയിലേക്ക് ഓടി എത്തുന്നു. അവിടെ ഒരു പ്ലേറ്റില് കുറെ കുക്കീസ് വെച്ചതായിട്ട് കാണുന്നു. ഓക്കെ, വായിക്കാം. കുക്കീസ്, ഐസക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. അപ്പൊ ഐസക് ഈ കുക്കീസ് കണ്ടപ്പോ ഒക്കെ സന്തോഷത്തോടെ വിളിച്ചു പറയാ, ആ കുക്കീസ് എന്ന് പറഞ്ഞ് ഒന്നെടുത്തു. ഡിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. അപ്പൊ ഡിൽനയും ഒരു കുക്കി എടുത്തു. ഓക്കെ, ഒരു ബിസ്ക്കറ്റ് എടുത്തു. മാം, ഇറ്റ്സ് റെയിനിങ്. അപ്പം ഐസക് വിളിച്ചു പറഞ്ഞു, മാം, ഇറ്റ്സ് റെയിനിങ്. ഓക്കെ, അമ്മയെ, മഴ പെയ്യുന്നുണ്ട്. There was no reply. പക്ഷെ അമ്മന്റെ അടുത്തുനിന്ന് മറുപടി ഒന്നും കേട്ടില്ല. Then they ran to the living room. അതിനുശേഷം അവര് സിറ്റിംഗ് റൂം, ലിവിംഗ് റൂം ഒക്കെ പറഞ്ഞാൽ നമ്മൾ അതിഥികളൊക്കെ വന്ന് നമ്മൾ വീടിന്റെ മുമ്പിൽ എല്ലാവരും വന്നിരിക്കുന്ന ഫ്രണ്ട് റൂം, അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. മദർ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ. അവിടെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് അവർ കാണുന്നത്. മോം, ഡിൽന കോൾ ലൗഡ്ലി. അപ്പൊ ഡിൽന വളരെ ഒച്ചത്തിൽ വിളിച്ചു, അമ്മേ. ഷീ ഡിഡ്ന്റ് ആൻസർ. അമ്മ ഉത്തരം പറഞ്ഞില്ല. വൈ ഈസ് മോം ലൈങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അപ്പൊ ഐസക് ചോദിക്കുകയാണ്, അമ്മ അങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ടിട്ട്, എന്തിനാണ് അമ്മ അങ്ങനെ നിലത്ത് കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ? മോം, വേക്ക് അപ്പ്, ഹി ക്രൈഡ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവനും ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഉണരൂ, പ്ലീസ് വേക്ക് അപ്പ്. ഡോണ്ട് വറി ഐസക്, ഷീ വിൽ ബി ഓക്കെ. അപ്പൊ ഡിൽന എന്ത് പറഞ്ഞു ഐസക്കിനോട്? നീ വിഷമിക്കണ്ട, അമ്മ ഓക്കെ ആവും, അമ്മക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഡിൽന സെഡ് ട്രൈങ് ടു കൺസോൾ ഹിം. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ. കൺസോൾ, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഡിൽന റഷ്ഡ് ടു ഹെർ മദർസ് സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. അങ്ങനെ അമ്മന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അടുത്ത് ഇരുന്നിട്ട് അമ്മനെ പിടിച്ചു കുലുക്കി. കണ്ടോ, ഷുക്ക് എന്ന് പിടിച്ചു കുലുക്കി. എന്നിട്ട് ജെന്റ്ലി, പതുക്കെ ഒന്ന് കുലുക്കി. അതാണ്
ജെന്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ ഒന്ന് കുലുക്കി. മോം പ്ലീസ് വേക്ക് അപ്പ് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഉണരൂ. ഡിൽന ബെഗ്ഡ് ബട്ട് ഷീ ഡിഡ് മൂവ്. ഡിൽന അങ്ങനെ വളരെ യാചിക്കുന്ന പോലെ കെഞ്ചി പറഞ്ഞു, അമ്മേ ഒന്ന് എണീക്കൂ പ്ലീസ്. പക്ഷെ അമ്മ അനങ്ങിയില്ല. ഡിൽന ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ ബട്ട് ഷീ സ്റ്റിൽ ഡിഡ്ന്റ് റെസ്പോണ്ട്. ഡിൽന വീണ്ടും അമ്മേനെ നല്ലവണ്ണം ഒന്ന് കുലുക്കി, പക്ഷെ അമ്മ അപ്പോഴും എഴുന്നേറ്റില്ല. ഐസക്സ് ഐ ഫിൽഡ് വിത്ത് ടിയേഴ്സ്. ഇതെല്ലാം കണ്ടിട്ട് ഐസക്കിന് വളരെ കരച്ചിൽ വന്നു. കണ്ണെല്ലാം കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. അടുത്ത പേജ് വായിക്കാം. ഡിൽന വാസ് ഓൺലി 8 years old. ഡിൽനക്ക് 8 വയസ്സേ ആയിരുന്നുള്ളൂ. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷെ മൂത്ത കുട്ടി എന്ന നിലക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഷീ ഫെൽ സ്കെയർഡ്. അവൾക്ക് ഭയമായി. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷേ അവൾക്ക് മനസ്സിലായി, എന്ത് അവൾക്ക് അറിയാമായിരുന്നു കുറച്ച് കാമായിട്ട് ഇരിക്കണമെന്ന്. അങ്ങനെ ഭയപ്പെട്ട് വിഷമിച്ച് പെട്ടെന്ന് ബേജാറാകാൻ പാടില്ല എന്ന്. ഷീ ലുക്ക്ഡ് എവറിവെയർ. അവൾ എല്ലായിടത്തും ഒന്ന് നോക്കി, റൂമിൽ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി. സഡൻലി ഡിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അങ്ങനെ പെട്ടെന്നാണ് ഡിൽനക്ക് അമ്മൂമ്മയായിട്ട് കളിക്കുന്ന ആ ഒരു കളിയെക്കുറിച്ച് ഓർമ്മ വന്നത്. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിംഗ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അങ്ങനെ ആ കളിക്കുന്ന സമയത്ത് എമർജൻസി വരുമ്പോൾ ഗ്രാൻഡ് മദർ 101 വിളിക്കുന്നതായിട്ട് ഡിൽനക്ക് ഓർമ്മ വന്നു. വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? വേർ ഡു യു ലിവ്? നീ എവിടെയാണ് താമസിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കളി. ഓക്കെ, അപ്പോൾ ഡിൽന റിയലൈസ്ഡ് ദിസ് വാസന്റ് എ ഗെയിം എനിമോർ. അപ്പൊ അങ്ങനെ ഡിൽനക്ക് മനസ്സിലായി ഇത് ഒരു കളിയല്ല. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അങ്ങനെ അപ്പോഴാണ് ഡിൽനക്ക് മനസ്സിലാവുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഈ ചിത്രം കണ്ടോ? ഡിൽന ഓർക്കാണ് അമ്മൂമ്മയായിട്ട് കളിക്കുന്ന ആ കളിയുടെ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഡിൽന ഓർത്തെടുത്തു. നമുക്ക് മുന്നോട്ട് വായിക്കാം. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. അങ്ങനെ ഡിൽന ഫോണിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് 101 ഡയൽ ചെയ്തു. അത് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഹെർ ഹാൻഡ്സ് വെർ ഷേക്കിംഗ്. അങ്ങനെ പേടി കൊണ്ട് ഡിൽനന്റെ കൈയൊക്കെ വിറയ്ക്കുന്നതായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ഒരു സ്ത്രീ ആയിരുന്നു. 101 വാട്ട്സ് യുവർ എമർജൻസി. ഇത് 101 ആണ്. എന്താണ് നിങ്ങളുടെ അത്യാവശ്യം? ഡിൽന ടുക്ക് എ ഡീപ് ബ്രെത്ത്. ഒരു ദീർഘശ്വാസം എടുത്തു ഡിൽന. ഹലോ മൈ നെയിം ഈസ് ഡിൽന. അപ്പൊ ഡിൽന പറയാണ്, ഹലോ എന്റെ പേര് ഡിൽന എന്നാണ്. മൈ മോം ഈസ് ലൈങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എന്റെ അമ്മ എന്റെ നിലത്ത് വീണിട്ട് അനങ്ങാതെ കിടക്കുകയാണ്. ബട്ട് ഐ കാൻ വേക്ക് ഹെർ അപ്പ്. പക്ഷെ എനിക്ക് അമ്മേനെ ഉണർത്താൻ പറ്റുന്നില്ല. ദ ലേഡി ആസ്ക്ഡ് വേർ ഈസ് യുവർ ഫാദർ. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, ഫോണിൽ അറ്റൻഡ് ചെയ്ത സ്ത്രീ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ എവിടെ? ഡിൽന റിപ്ലൈഡ് ഹി ഈസ് വർക്കിംഗ് അബ്രോഡ്. അപ്പൊ ഡിൽന പറഞ്ഞു, എന്റെ അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഓക്കെ ഡിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. സ്ത്രീ എന്ത് പറഞ്ഞു ഡിൽനയോട്? ഓക്കെ, നീ വളരെ നല്ല കാര്യമാണ് ഇപ്പൊ ചെയ്തത്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? നിന്റെ അഡ്രസ് ഒന്ന് പറയാമോ? ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ആ ലേഡി വളരെ സൗമ്യതയോടുകൂടെയാണ് ചോദിച്ചത്, പക്ഷെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആണ് എന്നുള്ള കാര്യവും മറന്നില്ല. അങ്ങനെ ഡിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. അപ്പം മുത്തശ്ശി പഠിപ്പിച്ചതുപോലെ വളരെ ശബ്ദത്തോടും നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യം ഡിൽന ഓർത്തു. ഐ ലിവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. അങ്ങനെ ഡിൽന താമസിക്കുന്ന അഡ്രസ് പറഞ്ഞു കൊടുത്തു. താങ്ക് യു ഡിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദ ലേഡി സെഡ്. അങ്ങനെ ആ ലേഡി പറഞ്ഞു, വളരെ നന്ദി, ഞാൻ നിങ്ങളെ ഇപ്പോൾ സഹായിക്കാം. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമെൻ ഗെറ്റ് ദെയർ. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ഫയർമെനെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അവരവിടെ വരുന്നത് വരെ നീ ഫോൺ കട്ട് ചെയ്യാതെ ഇവിടെ ഫോണിൽ നിൽക്കണം. ഡിൽന എഗ്രീഡ്. അങ്ങനെ ഡിൽന അത് എഗ്രി ചെയ്തു. ഡിൽന ഹേർഡ് ദ സൈറൻ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. അങ്ങനെ ഡിൽന ആ ഫയർ എൻജിൻ വീട്ടിനടുത്തേക്ക് വരുന്ന ആ സൈറൻ ഒച്ച കേട്ടു. അങ്ങനെ പെട്ടെന്ന് അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആ ഡോറിൽ ആരോ വന്ന് നോക്ക് ചെയ്തു. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്, ഡിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ, ദ ഫയർമെൻ ആർ ദെയർ. അങ്ങനെ ആ ലേഡി പറഞ്ഞു, ഓക്കെ ഡിൽന, ഇപ്പോൾ നിങ്ങൾക്ക് ആ വാതിൽ തുറക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഫയർമെൻ അവിടെ എത്തിയിരിക്കുന്നു. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അങ്ങനെ അവള് ഓടിച്ചെന്ന് ആ വാതിൽ തുറന്നു. 2 ഫയർമെൻ റഷ്ഡ് ഇൻ. അപ്പൊ തന്നെ ആ 2 ഫയർമെനും അകത്തേക്ക് ഓടി. ഡിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. അങ്ങനെ ഡിൽന ലിവിംഗ് റൂം എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തു. ഹെർ മം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. അപ്പോഴും അമ്മ
നിലത്ത് തന്നെ വീണ് കിടക്കുകയായിരുന്നു. കണ്ടോ, ഇവിടെ ഫയർമാൻ ഇവിടെ വന്നിട്ട് എത്തിക്കഴിഞ്ഞു. അമ്മ അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. 2 മക്കളും ഇങ്ങനെ നോക്കി നിൽക്കുക, ഇവരെന്താ ചെയ്യുന്നത് എന്ന്. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ആ അഗ്നിരക്ഷാ പ്രവർത്തകർ അവളുടെ അമ്മയെ പരിശോധിച്ചു. അതിനുശേഷം അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി. അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ നൽകി. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. അങ്ങനെ പതുക്കെ അമ്മ കണ്ണു തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അതിനുശേഷം അവർ അമ്മയ്ക്ക് കുറച്ചു വെള്ളം കൊടുത്തു. അതോടുകൂടെ അവർക്ക് നല്ല ആശ്വാസമായി. മോം, ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. ഇത് കണ്ടപ്പോൾ ഐസക്കിന് വളരെ സന്തോഷമായി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ഉറക്കെ അമ്മനെ അമ്മ എന്ന് വിളിച്ചു. മോം, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്, ഡിൽന സെഡ്. അപ്പം ഡിൽന അമ്മയോട് പറഞ്ഞു, ഇവരാണ് നമ്മളെ സഹായിച്ചത്. താങ്ക് യു, ദ മദർ സെഡ് സോഫ്റ്റ്ലി, സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അങ്ങനെ അവരെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് വളരെ പതുക്കെ അമ്മ നന്ദി പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അതിലൊരു ആള് അമ്മനോട് പറഞ്ഞു, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീസ് എ ഹീറോ. നിങ്ങളെ മകള് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്, അവളൊരു നായികയാണ്. ഡിൽന ഫെൽറ്റ് ഹാപ്പി. ഇത് കേട്ടപ്പോൾ ഡിൽനക്ക് വളരെ സന്തോഷമായി. ആക്ച്വലി ഐ വാസ് സ്കേർഡ്, ഡിൽന അഡ്മിറ്റഡ്. ഡിൽന പറഞ്ഞു, ശരിക്കും ഞാൻ ഭയന്നു പോയിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. അപ്പൊ അതിലൊരു ഫയർമാൻ എന്ത് ചെയ്തു, ചിരിച്ചുകൊണ്ട് ഡിൽനന്റെ തോളിൽ തട്ടി. അപ്പൊ ആ ഒരു ചിത്രീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ഡിൽന ടു ദ ഫയർ സ്റ്റേഷൻ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ അഗ്നിരക്ഷാ പ്രവർത്തകർ ഡിൽനയെ അവരുടെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. ഈ ഫയർമാന്റെ ഓഫീസാണ് ഈ ഫയർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. അവിടെ വെച്ച് ഡിൽനയ്ക്ക് അവരൊരു അവാർഡ് കൊടുത്തു. അവാർഡിന്റെ മലയാളമാണ് പാരിതോഷികം. ഷി ഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. പക്ഷെ ഡിൽനയ്ക്ക് അവളൊരു ഹീറോ ആണെന്ന് തോന്നിയില്ല. ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യമാണ് അവളുടെ അമ്മ സുരക്ഷിതമായി എന്നുള്ളത്. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ, ഡിൽന ടേൺഡ് ടു ഐസക് ആൻഡ് സെഡ്. അങ്ങനെ ആ ഓഫീസിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് ഡിൽന ഐസക്കിനോടായിട്ട് പറഞ്ഞു, യു നോ, ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. ഓക്കെ, ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ, ഓക്കെ, എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തര സാഹചര്യം. അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഐ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. നമ്മൾ അമ്മൂമ്മ എന്നെ പഠിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നിന്നെയും പഠിപ്പിക്കാം. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. അങ്ങനെ ഐസക് അവന്റെ ചേച്ചിയെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. താങ്ക്സ് ഡിൽന. എന്നിട്ട് പറഞ്ഞു, നന്ദി ഡിൽന, യു ആർ ദ ബെസ്റ്റ്. നീയാണ് ഏറ്റവും മികച്ച വ്യക്തി. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ചിത്രമല്ലേ, ഇതാണ് ഇപ്പൊ നമ്മൾ വായിച്ച പാരഗ്രാഫിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചിത്രീകരണം. ഫയർ സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. അവിടെ വെച്ചിട്ട് ഈ ഫയർമാൻ ഡിൽനയ്ക്ക് ഇത് കൊടുക്കുകയാണ്, എന്ത്, അവാർഡ് കൊടുക്കുകയാണ്. ഈ അവാർഡിന്റെ പേരാണ് അവാർഡ് ഓഫ് ബ്രേവറി, ധീരതയ്ക്കുള്ള അവാർഡ്. ഓക്കെ സ്റ്റുഡൻസ്, ബിയോണ്ട് ഫിയർ എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്റെ ചാനലിന്റെ പേര് യോ ക്ലാസ് റൂം at 2310.